എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 അലോട്ട്മെൻറ്റിൻ്റെ കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ ഇന്ന് മുതലാണ്. ജൂൺ 26 വരെ അപേക്ഷിക്കാം. കോഴ്സ് ട്രാൻസ്ഫർ ഇപ്പോൾ അപേക്ഷിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും മറക്കണ്ട. ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് വന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് വന്നതിന് ഒരു കാര്യം കൂടെ പറഞ്ഞു. നമ്മുടെ ചാനൽ 11,000 സബ്സ്ക്രൈബ് എന്ന അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറും 17 പേരുടെ പിന്തുണ മാത്രം മതി. പ്രിയ വിദ്യാർത്ഥികളെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പവർ ഒന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് +1 +2 കാലഘട്ടത്തിൽ നിരവധി ഉപകാരപ്പെടുന്ന വീഡിയോസ് ഈ ചാനലിൽ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1ൻ്റെ കമ്മ്യൂണിറ്റി കോട്ട ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി ഇന്ന് മുതൽ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്കൂളുകളിൽ പോയിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇനി അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇനി സെൽഫായിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. എങ്ങനെ ആയാലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 കമ്മ്യൂണിറ്റി കോട്ട ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് HSCAP വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ഉള്ള വഴികളിലൂടെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. കോഴ്സ് ട്രാൻസ്ഫറിന് ഇപ്പോൾ അപേക്ഷിക്കാം. കോഴ്സ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി കോട്ട കോഴ്സ് ട്രാൻസ്ഫറാണ്, അല്ലാതെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിച്ചതല്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കോഴ്സ് മാറ്റത്തിന് വേണ്ടി, അത് കോഴ്സ് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് സയൻസാണ് ലഭിച്ചെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ വേണമെങ്കിൽ കോഴ്സിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടി നിങ്ങൾക്കിപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷിക്കാം. അതിനായി അപേക്ഷിക്കാൻ പറ്റുക കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇപ്പോൾ കോഴ്സ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റൂ. കമ്മ്യൂണിറ്റി കോട്ട കോഴ്സ് ട്രാൻസ്ഫറാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒരു കാര്യം ഓർക്കുക, സാധാരണ ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇത് ഞാനങ്ങനെ വീഡിയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യേണ്ട, അക്ഷയയിലേക്കോ സ്കൂളുകളിലേക്കോ അക്ഷയയിലേക്കോ ഒന്നും ഓടാൻ നിൽക്കണ്ട. ഇത് കോഴ്സ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള കോഴ്സ് മാറ്റമാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുക. ഏതായാലും കമ്മ്യൂണിറ്റി കോട്ടയിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. ഇന്നു മുതൽ ജൂൺ 26 വരെയാണ് അപേക്ഷ സമർപ്പിക്കുക. കാത്തിരിക്കാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയൊരു കാണാം. അതുവരേക്കും മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡ്, ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്. ബൈ.